നമസ്കാരം. പോക്കുവരവ് പുതിയ നിയമം വന്നു. ഭൂമിയുടെ ഉടമസ്ഥത കൈമാറ്റം ചെയ്യുന്നതിന് പല രീതികൾ നിയമം അനുശാസിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റാണ് ഇതിന് അടിസ്ഥാനമാക്കുന്നത്. ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റമാണ് നിയമം അംഗീകരിക്കുന്നത്. ഇത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ രീതി നമുക്കറിയാം. തീർ ആധാരമായി വസ്തു കൈമാറുകയാണ്. തീർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ കമ്പോള വില നൽകി സെയിൽ ഡീഡ് എഴുതി വാങ്ങുന്നു. ഇതിനെ നിയമം പറയുന്നത് സ്വേച്ഛയാ നടത്തുന്ന വസ്തു കൈമാറ്റം എന്നാണ്. സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന വസ്തു കൈമാറ്റം, വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന വസ്തു കൈമാറ്റം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരു സംശയം വരാം. സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ വസ്തു കൈമാറ്റം നടത്താനാകുമോ എന്ന്. നടത്താനാകും. നമുക്ക് നമ്മുടെ വസ്തു വിൽക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ കോടതി ഇടപെട്ട് നമ്മുടെ വസ്തു ജപ്തി ചെയ്ത് ലേലം ചെയ്ത് വിൽക്കുകയാണ്. അല്ലെങ്കിൽ റവന്യൂ ഓഫീസർ റവന്യൂ റിക്കവറി ചെയ്ത് വിൽക്കുകയാണ്. അതുമല്ലെങ്കിൽ സർഫാസി ആക്ട് പ്രകാരം വസ്തു അന്യാധീനപ്പെടുകയാണ്. സഹകരണ ബാങ്ക് ജപ്തി ചെയ്ത് വിൽക്കുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെയുള്ള വസ്തു കൈമാറ്റമാണ് സംഭവിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു തരം വസ്തു കൈമാറ്റം കൂടിയുണ്ട്. വസ്തു ഉടമയുടെ മരണശേഷം അവകാശികളിലേക്ക് ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ട്രാൻസ്ഫർ ഡ്യൂ ടു സക്സഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ പിന്തുടർച്ച അവകാശ നിയമമാണ് ഭൂമി കൈമാറ്റം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 തരം ട്രാൻസ്ഫറുകളാണ് മനസ്സിലാക്കിയത്. 1. വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. 2. ട്രാൻസ്ഫേഴ്സ് ബൈ ഡിക്രീസ് ഓഫ് സിവിൽ കോർട്ട് ഓർ റവന്യൂ സെയിൽസ്. 3. ട്രാൻസ്ഫർ ഡ്യൂ ടു സക്സഷൻ. ഈ 3 തരം ട്രാൻസ്ഫറുകളാണ് പോക്കുവരവ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. പോക്കുവരവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർ ചുരുക്കമാണ്. നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ ഭൂമി കൈമാറി കിട്ടിയ നിമിഷം തന്നെ ഭൂമിയുടെ കൈവശം സ്ഥാപിച്ച് ഭൂമി റവന്യൂ രേഖകളിൽ ചേർത്ത് അവകാശം സ്ഥാപിക്കണം. ഇതിനെയാണ് പോക്കുവരവ് എന്ന് പറയുന്നത്. ഈ പോക്കുവരവ് ചെയ്യുന്നത് 1966 ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾ പ്രകാരമാണ്. ഈ റൂൾസിൽ നേരത്തെ സൂചിപ്പിച്ച 3 തരം ട്രാൻസാക്ഷനുകളെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന വസ്തു കൈമാറ്റത്തിൽ തീർ ആധാരം കൂടാതെ പാർട്ടീഷൻ, ഗിഫ്റ്റ്, ധനനിശ്ചയം തുടങ്ങിയ എല്ലാ തരം ഫാമിലി സെറ്റിൽമെൻറ്റുകളും ഉൾപ്പെടുന്നതാണ്. രണ്ടാമത് പറഞ്ഞത് കോടതി ഡിക്രി വഴിയും റവന്യൂ സെയിൽസ് സർട്ടിഫിക്കറ്റ് പ്രകാരവും നടത്തിയ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാത്ത വസ്തു കൈമാറ്റങ്ങളാണ്. മൂന്നാമത്തേത് ഒരാളുടെ മരണശേഷം നടത്തുന്ന വസ്തു കൈമാറ്റമാണ്. അവകാശികൾ ആരാണെന്ന് കണ്ടെത്തി അവരുടെ പേരിലേക്ക് ഭൂമി കൈമാറുന്ന രീതിയാണത്. അവിടെയും പരേതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല. അവകാശികൾക്ക് ഭൂമി കൈമാറി ലഭിക്കും. ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിൽ കൂടി കടന്നുപോയാൽ വളരെ വിചിത്രമായ ഒരു നിയമം കൂടി നമുക്ക് കാണാൻ കഴിയും. റൂൾ 28. എന്താണ് ഈ റൂൾ 28ൻ്റെ പ്രത്യേകത? നമ്മുടെ വസ്തു മറ്റൊരാൾ കൈവശപ്പെടുത്തി കൈവശം വയ്ക്കുകയാണ്. അത് കുറേ കാലം കഴിയുമ്പോൾ കൈവശപ്പെടുത്തിയ ആളുടെ വകയായി തീരും. അങ്ങനെ കൈവശപ്പെടുത്തിയ ആളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്യാൻ ഇവിടെ ഒരു നിയമവ്യവസ്ഥ ചേർത്തിരിക്കുന്നു. പക്ഷേ ഇതൊരു ശരിയായ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രിയായി നിയമം അംഗീകരിച്ചിട്ടില്ല. അഡ്വേഴ്സ് പൊസഷൻ എന്ന ഒരു ചെറുകിട അവകാശം മാത്രമാണത്. രജിസ്ട്രിയിൽ മാറ്റം വരുന്നില്ല, ഉടമസ്ഥതയൊന്നുമില്ല, കരമടയ്ക്കാൻ കഴിയും. ഒരു ഷീൽഡ് എന്ന് പറയാം. ആ ഷീൽഡ് പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാൻ കഴിയും. ഇത് ഒരുപക്ഷെ ഒരു അസാധാരണ നിയമവ്യവസ്ഥയായി നമുക്ക് തോന്നിയേക്കാം. ഇനി ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിൽ ശരിക്കും ചേർക്കേണ്ട ഏറ്റവും പ്രസക്തമായ ഒരു വിഭാഗം വസ്തു കൈമാറ്റം റൂളിൽ വിട്ടുപോയിട്ടുള്ളതായി കാണാം. വിൽപത്രത്തിലൂടെ കൈമാറ്റം ചെയ്യുന്ന വസ്തു എങ്ങനെയാണ് പോക്കുവരവ് ചെയ്യേണ്ടതെന്ന ചോദ്യമാണ് ഇതുവരെ റൂളിൽ ചേർക്കാതെ വിട്ടുപോയത്. ഒരാൾ തൻ്റെ ജീവിതകാലത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മരണശാസനം എഴുതി വയ്ക്കുകയാണ്. അതാണ് വിൽപത്രം. വിൽപത്രം എങ്ങനെ പോക്കുവരവ് ചെയ്യണമെന്ന് പോക്കുവരവ് ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല. പോക്കുവരവ് നിയമം കൈകാര്യം ചെയ്യുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഇതിൽ ഇതുവരെ സംശയമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. കൊച്ചി മലബാർ പ്രദേശത്തുള്ളവർ ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രിക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. മുൻ തിരുവിതാംകൂർ പ്രദേശത്താണ് പോക്കുവരവിന് പണ്ട് മുതൽക്കേ വലിയ പ്രാധാന്യം കൽപ്പിച്ചു വന്നിരുന്നത്.
എന്തായാലും വിൽപ്പത്രത്തിലൂടെ കൈമാറുന്ന ഭൂമിയുടെ പോക്കുവരവ് എങ്ങനെ ചെയ്യണമെന്ന് ഇതുവരെ ആരും സംശയം ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ ഇതിനായി ഉദ്യോഗസ്ഥർ തന്നെ സ്വന്തം നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പല വിധത്തിലുള്ള നടപടിക്രമങ്ങൾ രൂപപ്പെടുന്നതിനും തർക്കങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ. വിൽപ്പത്രം എങ്ങനെ പോക്കുവരവ് ചെയ്യണമെന്നത് സംബന്ധിച്ച് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിൽ പുതിയ ചട്ടം നിലവിൽ വരുന്നതുവരെ പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഒരു കൂട്ടം വ്യവഹാരങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസ് നമ്പർ പറയാൻ പ്രയാസമാകിയാൽ വിധിയുടെ PDF ലിങ്ക് ചുവടെ ചേർക്കാം. ജഡ്ജ്മെൻ്റൊക്കെ വായിക്കാൻ പ്രയാസമുള്ളവർക്കായി അത് ലളിതമായി പറഞ്ഞുതരാം. വിൽപ്പത്രം പോക്കുവരവ് ചെയ്യുന്നതിനുള്ള അംഗീകൃത നടപടിക്രമം ഇതാണ്. 1. വിൽപ്പത്ര പ്രകാരം വസ്തു ലഭിച്ചിട്ടുള്ളയാൾ പോക്കുവരവ് ചെയ്യാനുള്ള അപേക്ഷ തയ്യാറാക്കി വിൽപ്പത്രത്തിൻ്റെ പകർപ്പ്, ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് പകർപ്പ്, അതില്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതുമില്ലെങ്കിൽ ലീഗൽ ഹെയർസിൻ്റെ വിവരങ്ങളടങ്ങിയ അഫിഡവിറ്റ് സഹിതം റവന്യൂ ഓഫീസർക്ക് നൽകണം. ഇവിടെ റവന്യൂ ഓഫീസർ എന്ന കോടതി ഉദ്ദേശിക്കുന്നത് സ്ഥലം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ വില്ലേജ് ഓഫീസറെ ആയിരിക്കും എന്ന് കണക്കാക്കാം. അപേക്ഷയുടെ മാതൃക നമ്മുടെ പോക്കുവരവ് വീഡിയോയിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. രണ്ടാമതായി കോടതി പറയുന്നു, ഇങ്ങനെ അപേക്ഷ ലഭിച്ചാലുടൻ റവന്യൂ ഓഫീസർ വിൽപ്പത്രം എഴുതിയ ആളുടെ എല്ലാ അനന്തരാവകാശികൾക്കും അതുപോലെ ആ ഭൂമിയിൽ ഏതെങ്കിലും അവകാശങ്ങളോ ഇൻട്രസ്റ്റുകളോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. നോട്ടീസിൽ വിൽപ്പത്ര പ്രകാരം വസ്തു കൈമാറി പോക്കുവരവ് ചെയ്തു നൽകുന്നതിന് താൽക്കാലികമായി തീരുമാനിച്ചുവെന്നും തർക്കമുണ്ടെങ്കിൽ അത് രേഖാമൂലം ഫയൽ ചെയ്യണമെന്നും പറയണം. പരമാവധി 30 ദിവസത്തിനകം ഈ നടപടി ക്ലോസ് ചെയ്യണം. നേരത്തെ സൂചിപ്പിച്ച നോട്ടീസ് പരസ്യം ചെയ്യണം. വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭയിലും താലൂക്ക് ഓഫീസിലും ഈ നോട്ടീസ് പരസ്യം ചെയ്യണം. പരസ്യത്തിന് 30 ദിവസത്തെ സമയം നിശ്ചയിച്ചിരിക്കുന്നു. റൂളിൽ മറ്റു പോക്കുവരവുകൾക്ക് 15 ദിവസത്തെ അപ്പീൽ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ സമയത്തിനുള്ളിൽ ആർക്ക് വേണമെങ്കിലും തർക്കം ഉന്നയിക്കാം. അൺകണ്ടസ്റ്റഡ് കേസുകൾക്ക് മാത്രമാണ് റവന്യൂ പോക്കുവരവ് ചെയ്യാൻ കഴിയുന്നത്. കണ്ടസ്റ്റഡ് ആണെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പോക്കുവരവ് ചെയ്യാൻ കഴിയില്ല. സിവിൽ കോടതി വഴി അൺകണ്ടസ്റ്റഡായി തീർച്ചപ്പെടുത്തി വരണം. ഇങ്ങനെ അനുവദിക്കപ്പെട്ട 30 ദിവസത്തിനുള്ളിൽ തർക്കമോ ആക്ഷേപമോ വരുന്നെങ്കിൽ വിൽപ്പത്രം അൺകണ്ടസ്റ്റഡ് ആയി കണക്കാക്കി പോക്കുവരവ് അന്തിമമായി തീർച്ചപ്പെടുത്താം. കണ്ടസ്റ്റ് വരുന്ന കേസുകളിൽ സിവിൽ കോടതി വഴി തീർച്ചപ്പെടുത്താൻ റവന്യൂ ഓഫീസർ നിർദ്ദേശം നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അവകാശികളല്ലാത്ത ചിലർ വന്ന് തർക്കം ഉന്നയിച്ചെന്നും വരാം. അത്തരം സന്ദർഭങ്ങളിൽ തർക്കം എഴുതി വാങ്ങി പരിശോധിച്ച് കഴമ്പില്ലെങ്കിൽ തള്ളിക്കളയണം. എന്നാൽ അത്തരം ആൾക്കാരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നു കണ്ടാൽ അത് സിവിൽ കോടതിയുടെ പരിഗണനയ്ക്ക് വിടണം. ഇതിനായി സമ്മറി എൻക്വയറി നടത്തണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സിവിൽ കോടതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് തർക്കക്കാർ സിവിൽ കോടതിയിൽ പോകാതെ ഫ്രോഡ് കാണിച്ചെന്ന് വരാം. അതിനും സൊല്യൂഷൻ പറയുന്നുണ്ട്. 3 മാസത്തിനകം സിവിൽ കേസ് ഫയൽ ചെയ്തത് സംബന്ധിച്ച് ഒരു ഡിക്ലറേഷൻ റവന്യൂ ഓഫീസർ മുൻപാകെ ഫയൽ ചെയ്തിരിക്കണം. ഇങ്ങനെ ഫയൽ ചെയ്യാത്ത സാഹചര്യത്തിൽ സിവിൽ കേസ് ഇല്ല എന്ന നിഗമനത്തിൽ അൺകണ്ടസ്റ്റഡ് കേസായി അപേക്ഷ തീർപ്പാക്കുന്നതാണ്. 3 മാസത്തിനകം സിവിൽ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുള്ള പക്ഷം അപേക്ഷയിലെ നടപടികൾ സംബന്ധിച്ച കോടതിയുടെ അന്തിമ തീരുമാനത്തിനായി റവന്യൂ ഓഫീസർ കാത്തിരിക്കേണ്ടതാണ്. കോടതിയിൽ സ്യൂട്ട് നിലനിൽക്കെ വിൽപ്പത്ര പ്രകാരമുള്ള പോക്കുവരവ് അപേക്ഷയിൽ നടപടി തുടരാൻ പാടുള്ളതല്ല. സിവിൽ സ്യൂട്ടിലെ അന്തിമ തീരുമാനത്തിനനുസരണമായി മാത്രമേ പോക്കുവരവ് നടപടി തീർച്ചപ്പെടുത്താവൂ. ഈ വിധി നടപ്പിൽ വരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിക്കും റവന്യൂ വകുപ്പ് സെക്രട്ടറിക്കും അയച്ചു കൊടുക്കുന്നതാണ്. ഇനി മുതൽ വിൽപ്പത്ര പ്രകാരം പോക്കുവരവിനുള്ള അപേക്ഷ ലഭിക്കുമ്പോൾ ഈ വിധിന്യായത്തിലെ ഖണ്ഡിക 17 പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥർ പാലിച്ചിരിക്കണം. 1966 ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസ് അമെൻഡ് ചെയ്ത് അതിൽ ഈ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഭേദഗതി കൊണ്ടുവരേണ്ടതാണ്. പോക്കുവരവ് സേവനങ്ങളെല്ലാം ഓൺലൈനായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഇത് റിലീസ് ആയിരുന്നു. ഇപ്പോൾ ഇത് ഇലിംസ് എന്ന് മാറിയിട്ടുണ്ട്. ഇലിംസ് എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. എൻ്റെ ഭൂമി സംയോജിത പോർട്ടൽ എന്നും പറയാം.
അങ്ങനെ ഇപ്പോൾ സംസ്ഥാനത്ത് വിൽപത്രങ്ങൾ പോക്കുവരവ് ചെയ്യുന്നതിന് ഏകീകൃതമായ ഒരു നിയമം വന്നിരിക്കുകയാണ്. വിൽപത്രം പോക്കുവരവിന് നൽകുമ്പോൾ അസൽ വിൽപത്രം ഹാജരാക്കാൻ അപേക്ഷകൻ ബാധ്യസ്ഥനാണ്. വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രമാണെങ്കിൽ കഴിയുന്നിടത്തോളം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിൽപത്രം നിലവിൽ വരുന്നത് വിൽപത്രക്കാരൻ മരണപ്പെടുന്ന നിമിഷത്തിലാണ്. വിൽപത്രക്കാരൻ എഴുതിയ ലാസ്റ്റ് വിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനാൽ സബ് രജിസ്ട്രിയിൽ നിന്നും എടുത്ത ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ലാസ്റ്റ് വിൽ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നത്. ഇതെല്ലാം റവന്യൂ ഓഫീസർക്ക് നൽകേണ്ടത് അപേക്ഷകൻ്റെ ഉത്തരവാദിത്തമാണ്. വിൽപത്രത്തിൽ വസ്തുവിൻ്റെ സർവേ നമ്പരോ വിൽപത്രം ലഭിച്ചയാളുടെ പേരോ തെറ്റായിപ്പോയാൽ എന്തു ചെയ്യും എന്നൊരു സംശയം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു. വിൽപത്രത്തിൽ അവ്യക്തതകൾ കടന്നുകൂടിയാൽ അത് വിൽപത്രത്തിൻ്റെ സാധുതയെ ദുർബലമാക്കും. അതിനാൽ സിവിൽ കോടതി വഴി വിൽപത്രം ഡിക്ലെയർ ചെയ്ത് വാങ്ങുകയേ മാർഗമുള്ളൂ. വിൽപത്രത്തെക്കുറിച്ച് വിശദമായ 2 വീഡിയോകൾ ലീഗൽ പ്രിസം പ്രത്യേകം ചേർത്തിട്ടുണ്ട്. അത് ഈ വീഡിയോകളാണ്. കൂടാതെ പോക്കുവരവിനെക്കുറിച്ചും വിശദമായ 2 വീഡിയോകൾ ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോകളും കാണുമല്ലോ. മാതൃകാ ഫോറങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേ DC. താങ്ക് യു.